ചൂലൂർ ശൂലന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി 25-26 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25 വൈകുന്നേരം 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള പ്രവാസി അസോസിയേഷൻ ദേശീയ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ മുതിയേരി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ക്ഷേത്രം സ്റ്റേജിൽ വെച്ച് അരങ്ങേറും. ജനുവരി 26 രാവിലെ 11 മണിക്ക് ബ്രഹ്മശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഭക്തി പ്രഭാഷണം നിർവഹിക്കും. വൈകുന്നേരം 6 കൽപ്പകശ്ശേരി ദേവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന വേപ്പില കരകാട്ടം, വിളക്കാട്ടം വരവ്, വമ്പിച്ച വാദ്യഘോഷ താലപ്പൊലിയോടെ കീഴേരി വിഷ്ണു നരസിംഹ ക്ഷേത്രം വഴി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്കോടെ സമാപിക്കും. ജനുവരി 24, 25, 26 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം വിപുലമായി കൊണ്ടാടാൻ ക്ഷേത്ര കമ്മിറ്റിയും ഭക്തജനങ്ങളുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. 24 തീയതി രാവിലെ ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കുകയാണ്. 25 തീയതി രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹോമം, വൈകുന്നേരം 6 മണിക്ക് മഹാഭഗവതി സേവയും ക്ഷേത്രത്തിൽ നടക്കുന്നു. പുറവണ്ണൂർ എടക്കാട്ട് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ ഭഗവതി സേവയും ഗണപതി ഹോമവും നടക്കുന്നത്. ഇതിനുശേഷം വൈകുന്നേരം 6:30 ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. നമുക്കൊക്കെ പരിചിതനായ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വമായ ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്താണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ദേശീയ ചെയർമാൻ, പ്രവാസി അസോസിയേഷൻ്റെ ദേശീയ ചെയർമാൻ കൂടിയാണ്. ഇതിൽ മുഖ്യ അതിഥിയായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഒളിക്കൽ അബ്ദുൽ ഗഫൂർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ പുഷ്പ മുതിയേരി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പ്രദേശത്തെയും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന പരിപാടികൾ ക്ഷേത്രം സ്റ്റേജിൽ നടക്കുന്നതായിരിക്കും. അതിലിപ്പോൾ ഭക്തജനങ്ങളായിട്ട് ഒരു 100-150 ആൾക്കാർ അത് കാണാനും ഒക്കെ എത്തിച്ചേരുന്ന ഇതുണ്ട് എല്ലാ ഞായറാഴ്ചയും. അതിന് പുറമെ പ്രഭാത ഭക്ഷണം നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ മാസവും ത്രികാലപൂജയും പിന്നെ അതേപോലെ ഗണപതിയുമൊക്കെ നടന്നു വരുന്നുണ്ട്. എല്ലാ ക്ഷേത്രത്തിന് സഹായിക്കുന്ന കമ്മിറ്റി വളരെ ശക്തമായ കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ക്ഷേത്രങ്ങളിൽ കാണാൻ പറ്റാത്ത അഭിഷേകങ്ങളാണ് ഈ 3 അഭിഷേകം. അത് കണ്ടു തൊഴാൻ വേണ്ടി, നിർവൃതി നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് വിഷൻ വെള്ളലിശ്ശേരി, ട്രസ്റ്റ് അംഗം NT നാരായണൻ മാസ്റ്റർ, കമ്മിറ്റി അംഗങ്ങളായ രവീന്ദ്രൻ പുലിക്കോട്ട്, ശിവദാസൻ പിലാത്തോട്ടം, ഗോകുൽദാസ് എന്നിവർ പങ്കെടുത്തു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.